വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഏവിയേഷൻ കരിയറിനെ കുറിച്ച് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എയർ ഹോസ്റ്റസ്, ക്യാബിൻ ക്രൂ, ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, ഈ ടേംസ് എല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതെല്ലാം ഒരേ ജോബാണോ? ഇത്തരം കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ട്. ആക്ച്വൽ ഫാക്ട് വളരെ ക്ലിയർ ആണ്. എയർ ഹോസ്റ്റസ്, ക്യാബിൻ ക്രൂ, ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഇവ ബേസിക്കലി സെയിം ജോബ് റോളാണ്. വിമാനത്തിൽ യാത്രക്കാരുടെ സേഫ്റ്റിയും സർവീസിനും ഉത്തരവാദിത്തമുള്ള ടീമാണ് ഇവർ. പക്ഷേ എയർ ഹോസ്റ്റസ് എന്നത് പഴയ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന ടേമാണ്, പ്രധാനമായും ഫീമെയിൽ സ്റ്റാഫിനെ വിളിക്കാൻ. ഇന്ന് പ്രൊഫഷണൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഇന്റർനാഷണലി പ്രിഫേർഡ് ചെയ്യുന്ന ടേംസ് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണെന്ന് മാത്രം. ഒരു ഫ്ലൈറ്റിൽ ആക്ച്വലി 2 വിഭാഗം ആളുകളാണ് ജോലി ചെയ്യുന്നത്. ഒന്നാമത് കോക്പിറ്റ് ക്രൂ അഥവാ പൈലറ്റ്സ് ആൻഡ് ക്യാപ്റ്റൻസ്. രണ്ടാമത് ക്യാബിൻ ക്രൂ അഥവാ സേഫ്റ്റിയും പാസഞ്ചർ കെയറും നോക്കുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻസ്. സോ ക്യാബിൻ ക്രൂ ആൻഡ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് 2 നെയിംസ് ഫോർ സെയിം ടീം. ജോബ് റോൾ, ഡ്യൂട്ടി, ട്രെയിനിങ് എല്ലാം സെയിം ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട് എയർ ഹോസ്റ്റസ് ട്രെയിനിങ് എന്ന് പറയും, ചില ക്യാബിൻ ക്രൂ ഡിപ്ലോമ എന്ന് പറയും. പേര് മാത്രം മാറും. സിലബസ്, റെസ്പോൺസിബിലിറ്റീസ്, ജോബ് പ്രൊഫൈൽ എല്ലാം ഒരുപോലെ തന്നെ. ഏത് പേരുപയോഗിച്ചാലും കരിയർ പോകുന്നത് ഒരേ ക്യാബിൻ ക്രൂ മാർഗത്തിലൂടെയാണ്. വ്യത്യാസം കൺട്രി അല്ലെങ്കിൽ എയർലൈൻ്റെ നെയിമിംഗ് പ്രിഫറൻസ് മാത്രമാണ്. US ഇന്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഉപയോഗിക്കും. ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ എയർലൈൻസ് ക്യാബിൻ ക്രൂ ഉപയോഗിക്കും. ഇന്ത്യയിൽ മുമ്പ് എയർ ഹോസ്റ്റസ് എന്നായിരുന്നു ട്രെൻഡ്. ബട്ട് ഇന്ന് മോഡേൺ ടെർമിനോളജി ക്യാബിൻ ക്രൂ, ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്നാണ്. അതായത് എയർ ഹോസ്റ്റസ് ഒരു പഴയ വേർഡാണ്. ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണ് കറക്റ്റ് ആൻഡ് പ്രൊഫഷണൽ മോഡേൺ യൂസേജ്. ജോബ് റോളിൽ ആബ്സല്യൂട്ട്ലി 0 ഡിഫറൻസ്. ഇതുപോലുള്ള ഏവിയേഷൻ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം.